ഹായ് ഗൈസ്, ഞാനിപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു 4 വർഷമായിട്ടുണ്ട്. ഈ 4 വർഷത്തിൽ തന്നെ പി ജിയിൽ താമസിച്ചിട്ടുണ്ട്, 1 RK, അതായത് ഈ സ്റ്റുഡിയോ റൂംസിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ദെൻ അവസാനമായിട്ടാണ് ഞാൻ ഈ 1 BHK വന്ന് സെറ്റിൽ ആയത്. സോ മന്ത്ലി എക്സ്പെൻസസ് ഇൻ ബാംഗ്ലൂർ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് കമ്പോണന്റ് ഹൗസ് റെന്റ്. എത്രയാണ് ഞാൻ ഇവിടെ ബാംഗ്ലൂർ ഈ ഒരു 1 BHK പേ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. 8,000 rupees ആണ് എൻ്റെ മന്ത്ലി ഇവിടുത്തെ റെന്റ്. ഒത്തിരി പേരോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്തൊക്കെ ഞാനിങ്ങനെ നോർമൽ ഡെയിലി കോൺവെർസേഷൻസിനകത്തൊക്കെ ഒരുപാട് പേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത്രയും ചീപ്പാണോ ബാംഗ്ലൂർ? അല്ല, അങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ട്, നമ്മളത് കണ്ടുപിടിക്കണം. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച സ്ഥലമാണ് ഇപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നോർമലി ഒരു 1 BHK, അതായത് ഈ ടെക് പാർക്കിന്റെ ഒക്കെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര റെന്റാ. 1 BHK മിനിമം ഒരു 20,000 25,000. അത്രയും കൊടുത്ത് താമസിക്കുന്നതിൽ ഒരർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു സ്കൂട്ടർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറക്കാൻ എൻ്റെ വാഹനം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ദൂരം മാറി നിന്ന് കഴിഞ്ഞാൽ, എന്നാലും വലിയ ദൂരമില്ല കേട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാറിയാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ സുഖം, ശാന്തം, കംഫർട്ടബിൾ. അങ്ങനെ ഇനി നമ്മുടെ രണ്ടാമത്തെ കമ്പോണന്റ് ക്രെഡിറ്റ് കാർഡ്, EMIs, ബിൽ പേയ്മെന്റ്സ്. ഇതെല്ലാം കൂടെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു മാസം ഒരു 7,000 8,000 അടുപ്പിച്ചിട്ട് അതും വരാറുണ്ട്. അപ്പം നമ്മുടെ ടോട്ടൽ 16,000. പിന്നെ മൊബൈൽ റീചാർജ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഹോട്ട്സ്റ്റാർ, ഇതെല്ലാം ഒന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണമേ എടുക്കത്തുള്ളൂ. ഞാൻ ഭയങ്കര വൈസായിട്ടാണ് ആ ഡിസിഷൻ എടുക്കുന്നത്. ഏത് മന്ത് ഏത് ഫോളോ ചെയ്യണം. ഇപ്പം എനിക്ക് കറൻ്റ്ലി സബ്സ്ക്രിപ്ഷൻ പോകുന്നത് ഹോട്ട്സ്റ്റാറിലാണ്. സോ അങ്ങനത്തെ ഹോട്ട്സ്റ്റാർ അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വേറൊരെണ്ണത്തിലാണ് തുടങ്ങും. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ ഞാൻ അങ്ങനെ മണി ഇൻവെസ്റ്റ് ചെയ്യാറില്ല. സോ അതും കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1,000 rupees പെർ മന്ത്. പിന്നെ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഫുൾ എൻജോയ്മെന്റ് ആണല്ലോ, പബ് ഉണ്ടല്ലോ, അപ്പം എപ്പോഴും അവിടെ പോകണമല്ലോ എന്നൊക്കെ പറയുന്നവരോട് ഞാൻ അങ്ങനെ പബ്ബിൽ പോകുന്ന ഒരാളല്ല. വളരെ ഒക്കേഷണലായിട്ട്, വളരെ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സമയങ്ങളിൽ മാത്രമേ ഞാൻ അങ്ങനെ പബ്ബിൽ പോകാറുള്ളൂ. അങ്ങനെ മേ ബി ഓൾട്ടർനേറ്റീവ് മന്ത്സിൽ ഒരു തവണ പോയി കഴിഞ്ഞാലേ. പക്ഷേ ഇതിനെയും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള ഫുഡ് മേടിക്കും. ചില സമയത്തൊക്കെ വണ്ടി ഓടിച്ച് ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു ക്രേവിങ് ആയി ഇങ്ങനെ ഉള്ളിൽ, അവിടെ പോയി ആ ഷവർമ്മ കഴിച്ചാലോ. ചിലപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഓഫീസിൽ നിന്ന് 10 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ട് മന്തി വരെ കഴിച്ച സ്ഥലങ്ങളുണ്ട്. സോ അങ്ങനത്തെ ക്രേവിങ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2,500 3,000 rupees ആണ് എൻ്റെ പുറത്തെ എക്സ്പെൻസസ്, അതായത് ഫുഡ് എക്സ്പെൻസസ് മാത്രം. മാസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ചിലവ്. പിന്നെ ഗ്രോസറി പറയാനാണെങ്കിൽ, ഗ്രോസറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ പേരൻസിന് നാട്ടിലൊരു കുട്ടി ഷോപ്പുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് പലചരക്ക് പലവ്യഞ്ജന സാധനങ്ങളെല്ലാം ഞാൻ ഇസ്കിയിട്ട് വരും. പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ കടയിൽ കുറേ നാൾ നിൽക്കുമായിരുന്നേ. കുറേ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയി ഇപ്പൊ എന്തെടുത്ത് കഴിഞ്ഞാലും PF കുറച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കടയിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇസ്കിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രോസറിക്ക് അങ്ങനെ വലിയൊരു ചെലവില്ല. എന്നാലും ഒരു 10,000-2,000 രൂപ മാസം ഗ്രോസറിക്കും പോവാറുണ്ട്. പിന്നുള്ളത് എൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ. ഓൺലൈൻ ഷോപ്പിംഗ് അതും ഒക്കേഷണലാണ്. ചില സാധനങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ച് കണ്ട് മേടിക്കുന്ന സാധനങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഓഫർ വരുമ്പം ഒന്നിച്ച് മേടിച്ച് കൂട്ടി വെക്കുന്ന പരിപാടിയും ഉണ്ട്. അപ്പം മാസം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1,000 rupees അത്രേ ഞാൻ ഓൺലൈനിലുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നോക്കിയിരുന്ന് മേടിക്കുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ ഏറ്റവും ചിലവ് കൂടിയ ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ ഡെയിലി കമ്മ്യൂട്ട്. ഓഫീസിൽ പോകാനും തിരിച്ചു വരാനും നമ്മൾ ഈ റാപ്പിഡോ ഊബർക്കാരന്മാരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും, പിന്നെ ഒരുപാട് പൈസയാണ്. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ വണ്ടി എത്തിച്ചത് കൊണ്ട് തന്നെ എനിക്ക് മാസം അതിനകത്തൊരു ഞങ്ങൾക്ക് ആഴ്ചയിൽ വർക്ക് ഫ്രം ഹോം ഉണ്ട് കേട്ടോ, ഒരു ദിവസം. അപ്പം 4 ദിവസം ഓഫീസിൽ പോയാൽ മതി. പിന്നെ വീക്കെൻഡ് വണ്ടി കൊണ്ട് എവിടെയെങ്കിലും പോയെങ്കിലായി. കൂടുതലും ഞാൻ മെട്രോയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. വണ്ടി കൊണ്ട് മെട്രോയിൽ വെച്ചിട്ട് മെട്രോ കയറി പോകും എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ. അപ്പം അങ്ങനത്തെ എല്ലാം കൂടെ ചിലവ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഒരു 1,000-1,500 രൂപയ്ക്കകത്ത് എൻ്റെ പെട്രോളിൻ്റെ ചിലവും കഴിയും. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മാസം ഒന്ന് തട്ടിയും മുട്ടിയും പോകാൻ വേണ്ടിയിട്ട് ഒരു 20,000-25,000 ഇടയിലാണ് എനിക്കാവുന്ന, ബാംഗ്ലൂരിലാവുന്ന ചിലവ്. ബാക്കി എത്രത്തോളം എൻ്റെ സാലറി കിട്ടുന്നു അതെല്ലാം എൻ്റെ സേവിങ്സ് ആണ്. അപ്പോൾ ആൾക്കാർ ഒരുപാട് പേരുണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്, നീ എപ്പോഴും ട്രാവലിംഗ് ആണല്ലോ, നീ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് നിന്റെ ഫിനാൻഷ്യൽ പ്ലാനിങ്? ഞാൻ കിട്ടുന്നത് ചിലവാക്കുന്നത് വളരെ കുറവാണ്. പിശുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പിശുക്കി. ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. കാര്യം ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്നൊരു തോട്ട് വരുന്നത് ട്രാവൽ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ചുമ്മാ എല്ലായിടത്തും പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും വിസ, ഫ്ലൈറ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചിലവാക്കുന്ന ഒരാളുമാണ്. സോ അതാണ് എൻ്റെ ബാംഗ്ലൂരിലെ ഒരു മന്ത്ലി എക്സ്പെൻസ്. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.